സ്കൂളിൽ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നതിനെതിരെ ബാലാവകാശ കമ്മീഷൻ. ഇത് കുട്ടികളുടെ അന്തസ്സിന് കോട്ടം വരുത്തും. ഇത്തരം പ്രവൃത്തികൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന് കമ്മീഷൻ ചെയർമാൻ കെ.വി. മനോജ് കുമാർ പറഞ്ഞു. കണ്ണൂരിൽ അധ്യാപകർക്കായി സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല വിദ്യാർത്ഥി സമൂഹം നേരിടുന്നതെന്ന തിരിച്ചറിവ് അധ്യാപകർക്കുണ്ടാകണമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ.വി. മനോജ് കുമാർ പറഞ്ഞു. വലിയ ഉത്തരവാദിത്തമാണ് അധ്യാപകർക്കുള്ളത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 5000-ലധികം കുട്ടികൾ വിവിധ രോഗങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത്തരം കുട്ടികളെ സംരക്ഷിക്കാനുള്ള സംവിധാനം കൂടി വിദ്യാലയങ്ങളിൽ ഉണ്ടാകണം. വിദ്യാർത്ഥികളെയും അവർ നേരിടുന്ന പ്രശ്നങ്ങളെയും അറിഞ്ഞു പെരുമാറുന്ന നിലയിലേക്ക് അധ്യാപകർ മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിൽ ബാഗ് പരിശോധന പോലുള്ള കുട്ടികളുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന പ്രവർത്തികൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ അധ്യാപകർക്ക് ബാധ്യതയുണ്ടെന്നും കെ.വി. മനോജ് കുമാർ വ്യക്തമാക്കി. ബാലാവകാശ കമ്മീഷൻ നേതൃത്വത്തിൽ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകർക്കായി സംഘടിപ്പിച്ച ജില്ലാതല അധ്യാപക പരിശീലനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ.വി. മനോജ് കുമാർ. ക്ലാസ് എക്സാമിനേഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയിലാണ് അക്ഷരമറിയാത്ത കുട്ടികൾ. ആരാ ഉത്തരവാദിത്വം? കുട്ടിയുടെ രക്ഷിതാവാണോ? ശരിയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. 10ാം ക്ലാസ് ഹൈസ്കൂളിലെത്തിയിട്ട് ഈ കുട്ടിയെ ശരിയായി കളിയാക്കുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. +2-ലെത്തിയാൽ പിന്നെ തീരെ കഴിയില്ല. അവിടെ ചെറിയ പ്രായത്തിൽ തന്നെ പൂർണ്ണമായിട്ടും വളർച്ചയെത്താത്ത കുറേ തലച്ചോറുകൾ നിങ്ങൾ ശരിയാക്കിയെടുക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നവരായ നിങ്ങൾ. 10ാം ക്ലാസ് വരെ എത്തിയിട്ടും അവനെ നമ്മൾ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തന്നെ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അവിടെയാണ് നിങ്ങളുടെ പ്രാധാന്യം. ഈ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് അധ്യാപകർ. സാമൂഹ്യ പരിവർത്തനത്തിൽ വലിയൊരു വിഭാഗമാണ് അധ്യാപകർ. ലോകത്തെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലേക്ക് കുട്ടികളെ നയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് അധ്യാപകർ. ബാലാവകാശം എന്ന വിഷയത്തിൽ കമ്മീഷൻ അംഗം ഡോക്ടർ എഫ്. വിൽസൺ ക്ലാസ് എടുത്തു. കുട്ടികളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിഖിത വിനോദും സൈബർ സുരക്ഷ എന്ന വിഷയത്തിൽ സിറ്റി പോലീസ് സൈബർ സുരക്ഷാ വിഭാഗം സിവിൽ പോലീസ് ഓഫീസർ പി.കെ. ദിൻരാജും ക്ലാസ് എടുത്തു. സംസ്ഥാനത്തൊട്ടാകെ ആഗസ്റ്റ് 20 വരെ ഹൈസ്കൂൾ അധ്യാപകർക്ക് ബാലാവകാശ കമ്മീഷൻ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിശീലനത്തിന്റെ 1ാം ഘട്ടമാണ് കണ്ണൂരിൽ നടന്നത്. DDE ഡി ഷൈനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.